ഹലോ, നീ എന്താ ഇന്നലെ വിളിക്കാഞ്ഞേ? നാളെ എനിക്ക് കാണണം 3 മണിക്ക്. വാക്ക് മാറരുത്. ആ ഓക്കെ, എന്നാല് ശരി. എന്തോന്ന് ഉമ്മ വെക്കാൻ പറ്റിയ സാധനം എറിപ്പിക്കുന്ന ചോറ്. ഓക്കേടാ. She was checking up for me from the game. She was sitting in my ear. You would think that she knew me. Decided to cheat. Conversation got heavy. She had me feeling like she's ready to blow. Watch out! She's saying, "Come get me, come get me." എടാ, നമ്മുടെ ആചാരം ഇവിടെ ഇല്ലേട്ട് ഒരു രസമില്ലല്ലേ? അളിയൻ പോയിട്ട് കുറച്ച് ദിവസം ആയില്ലേ? അവൻ എന്നെ വിളിച്ചപ്പോ ശനിയാഴ്ച വരും എന്നുള്ള പറഞ്ഞത്. പിച്ചവെച്ചങ്ങു നടന്നു തുടങ്ങിയാൽ അമ്മയ്ക്കും അച്ഛനുമാതിയായി. ഉണ്ണിക്കാൽ നോവാതെ മുള്ളു തറയ്ക്കാതുറുമ്പു കടിക്കാതെ നോക്കി. മുന്നിട്ട പാതകൾ വെട്ടിപ്പിടിച്ചതും ചങ്കിടിപ്പോടെ അറിഞ്ഞു. മുന്നിട്ട പാതകൾ വെട്ടിപ്പിടിച്ചതും ചങ്കിടിപ്പോടെ അറിഞ്ഞു. പേറ്റുനോവമ്മയ്ക്കു മാത്രമായി നൽകാതെ പങ്കിട്ടൊരച്ഛനെയോർത്താൽ കൈവിരൽ തുമ്പിലായി തൂങ്ങിയോരുണ്ണിയെ നേർവഴി കാട്ടി നടത്തി. നെഞ്ചിൽ കിടത്തി ഉറക്കി, നെഞ്ചിന്റെ താളവും നൽകി. നെഞ്ചിൽ കിടത്തി ഉറക്കി, നെഞ്ചിന്റെ താളവും നൽകി. ആഴിയിലേക്കായങ്ങോടുന്ന കുഞ്ഞിനെ അയ്യോ അരുതെന്നു ചൊല്ലി പിന്തിരിപ്പിക്കുന്നൊരച്ഛനും അമ്മയ്ക്കും ജീവനാണെന്നും ഈ ഉണ്ണി. കത്തിച്ചു വെച്ച വിളക്കിൻ തിരി കണ്ട് കുഞ്ഞിക്കൈ കൊണ്ട് തൊടുമ്പോൾ ഉണ്ണിക്കൈ പൊള്ളാതിരിക്കുവാൻ വേണ്ടിയായി കണ്ണുരുട്ടിക്കാട്ടി അച്ഛനെ നോക്കി. മുത്തുമണികളാം കുഞ്ഞുണ്ണി കണ്ണിലെ കണ്ണീരു കൊണ്ടു കശക്കി. മുത്തുമണികളാം കുഞ്ഞുണ്ണി കണ്ണിലെ കണ്ണീരു കൊണ്ടു കശക്കി. കാലത്തിൻ മാറ്റങ്ങൾ അച്ഛനും അമ്മയ്ക്കും കണ്ണിൽ നിഴലിച്ചു കണ്ടു. പൊന്നുണ്ണി കാടും കിനാക്കൾക്കു മുമ്പിലായി കമ്പ്യൂട്ടർ ലോകം പിറന്നു. സെൽഫോണും സീഡിയുമായിട്ടു കുഞ്ഞുങ്ങൾ പോകുന്ന ലോകങ്ങൾ കണ്ടു. നടുങ്ങിത്തരിച്ചങ്ങിരുന്നു, വിധിയെ പഴിച്ചങ്ങിരുന്നു. നടുങ്ങിത്തരിച്ചങ്ങിരുന്നു, വിധിയെ പഴിച്ചങ്ങിരുന്നു. എടി ജിജോ, കാക്കന്റെ ബെൽറ്റ് കണ്ടീനോ? കുറച്ച് വെള്ളക്കപ്പോൾ ഇമ്മ ഉണ്ടാക്കിയതാണ്.
ഞാൻ ഇറങ്ങാ. മക്കൾക്ക് പോവാണ്ട് നീ ഉപ്പനോട് പറഞ്ഞിട്ട് പോയിട്ട് ഉപ്പ അകത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ആ ഇജ്ജ് പോവാ. ഇനി അവിടെ ചെന്നിട്ട് ചെക്കന്മാരൊപ്പം ചുറ്റിക്കറങ്ങി നടക്കണ്ട. അന്റെ പോക്കിലും വരവിലും ഒരു ഉദ്ദേശം ഉണ്ട് എന്ന് മറന്നു പറഞ്ഞു. ഇജ്ജിപ്പൊ ഇവിടുത്തെ കാര്യം ഒന്നും ശ്രദ്ധിക്കണ്ട. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മറന്നോടി പഠിച്ചോണ്ടി. ഓരോ ദിവസം കഴിയുന്നതും ഒരുത്തന്റെ ആയുസിന്റെ നീളം കുറയണേന്ന് തെളിവാ. കഴിഞ്ഞു പോയാ കഴിഞ്ഞ അത് പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റൂല. അനക്കറിയോ, എന്റെ ചെറുപ്പത്തില് അനക്ക് ഇപ്പൊ ഉണ്ടായിരുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പാപ്പൊക്കെ നേരം കിട്ടൂല. നേരെ പുലരുമ്പോ നീറ്റ് മീനു പോകും. എന്നിട്ട് അതൊക്കെ കാണ്ടത്തുമ്പിലാക്കി തോൾ വെച്ച് കൊണ്ടുവന്ന് നിൽക്കണം. എന്നിട്ട് രാത്രിയില് ഞങ്ങൾ മക്കളൊക്കെ ഉറങ്ങിയിട്ടാ വീട്ടിലെത്തുക. ആ എന്റെ ഉമ്മായിരുന്നെങ്കില് ഒരു പാവായിരുന്നു. 8-9 മക്കളെ പെറ്റുകൂട്ടി എന്നല്ലാതെ മറ്റൊന്നും എന്റെ ജീവിതത്തിൽ അതിന് സാധിച്ചിട്ടില്ല. എല്ലാ മക്കളെ പള്ളിയിൽ ശരിക്കും നിറയാണ്ട് വന്നപ്പോ എന്നെ പഠിച്ച് അറബി പഠിക്കാൻ ഉണ്ടാക്കി മൊയ്യാരപ്പായ. അന്ന് തൊട്ട് ഇന്ന് വരെ മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ട് എന്റെ വയറ് നിറഞ്ഞ്. ഇനിയുള്ള കാലം ആ പണി നടക്കൂല മോനെ. അതുകൊണ്ടാണ് ഈ പാപ്പ പറയണേ, അല്ലാതെ എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ആ ഇജെങ്ങനാ പോണേ? മുസ്തുക്കാനോട് ആ വണ്ടി എടുത്തൊന്നാക്കി തരാൻ പറ. അവിടെ ചെന്ന ഉടനെ ഇങ്ങോട്ട് വിളിക്കണം, മറക്കരുത്. ശരി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നീ ശനിയാഴ്ച വരുന്നോടാ പറഞ്ഞത്? ഇതിപ്പോ തിങ്കളാഴ്ച ആയല്ലോ. നല്ല സുഖം തന്നെ. അമ്മന്റെ ഭക്ഷണം കഴിച്ച് 2 ദിവസം കുറച്ച് തന്നെ. അതിന് വേണം മോനെ യോഗം. എടാ നോക്ക്. എടാ പോട്ടെ നീയാ. എടാ ഇന്നെന്താ സ്പെഷ്യല്? എന്തെങ്കിലും വല്ല സ്പെഷ്യല് കൊണ്ടുവന്നുണ്ടോ? അല്ല കോഴി വെച്ച എന്തെങ്കിലും അവിടെ വെണ്ടക്കപ്പൊടി മാത്രമേ അടിപൊളി. ഇത് ഇത്തിരി തിന്നു. എല്ലാരും റെഡി ആയിക്കണം. ഇന്ന് സുർക്കി വീട്ടിൽ നിന്ന് വന്ന ദിവസാ. നല്ല പൂത്ത ക്യാഷ് ഉണ്ടാവും. ഓക്കേടാ, ഇന്ന് എന്റെ കാര്യം നല്ല കാര്യം പറ. അതന്നെ ഞാൻ പറഞ്ഞു. അതല്ലേ അവിടെ തറ ഇന്നിച്ചോ വരില്ല. ഇന്നലത്തെ ഇതിന് പിന്നെ കട്ടയില്ലോ സിമന്റ് ചെയ്തു.
ചന്ദന എങ്ങോട്ടാ പോണടാ? അവ ഇടക്കിടക്കുള്ള എന്താ പറഞ്ഞത്? അത് വാച്ച് എനിക്ക് 2 പൊറാട്ട ഒരു ചപ്പാത്തി ഒരു മസാല ദോശ. പട്ടറായി ചിക്കൻ സ്റ്റീവ് കഴിക്കാൻ കുറച്ച് കഴിഞ്ഞാലേ എന്നും കഴിക്കാൻ ആചാര്യ, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞതാ. രണ്ടെണ്ണം വിട്ടാൽ നല്ല സുഖമായിരിക്കും. ഫൈറ്റ് നാളാമല്ലോ കുടിക്കാലോ.
അതെയോ? നിങ്ങൾ എത്ര മണിക്കാ ഇവിടെ എത്തുക? ഇന്നെന്താ ക്ലാസ് ഇല്ലേ? അത് ശരി. അപ്പൊ 2 ദിവസം ലീവ് ഉണ്ടാവല്ലോ. നിങ്ങൾ എത്ര ആളുണ്ടാവും? 4 ആളോ? എന്നാ ഭക്ഷണം ഞാൻ ഇവിടെ റെഡിയാക്കാട്ടോ. ഓക്കെ. മാഷ മോനും ഫ്രണ്ട്സും വരുന്നുണ്ട്. ഓരോ ഭക്ഷണം ഇവിടെ റെഡിയാക്കണം എന്നാ പറഞ്ഞത്. മാഷ പോയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും. കറിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങല്ലേ? വെരി വെരി ഇതാരാ വന്നത് നോക്കിയേ. മക്കളെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ? കുളിച്ച് വരുമ്പോഴത്തേ അവൻ ഭക്ഷണം ഉണ്ടാക്കിയേക്കാം. നീന്തി കുറിച്ച് ഒരുപാട് കാലയടാ. അത് ഞങ്ങൾക്ക് നീന്താൻ അറിയാം. ഒരു കാര്യം ഉറപ്പാ, അളിയന്റെ തലയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ പൊന്തിയെ കിടക്കൂ. മാച്ചിങ്ങ തലയിൽ തുൽപ്പി 2 മാസമായി കുളിച്ചിട്ട് ഇറങ്ങി കുളിയടാ. ഒരു പണിണ്ട്. ഒന്ന് കുളിച്ചൂടെ മഹാനക്ക്. മുക്കടാ. അറിയില്ല മുക്കിയാണ് സ്പെഷ്യല് മത്സരം വേണ്ട. എല്ലാവരും നന്നായി നീന്തി പിടിച്ചോ? നല്ലോണം തന്നെ നീന്തി. ആധാരം വെള്ളം പിടിച്ചത് പുഴ കിളക്കിന്ന് പറഞ്ഞാ മതി. ഇല്ല, എനിക്ക് നീന്താൻ അറിയില്ല. അതിന് കാരണമുണ്ട്. എന്റെ പേരൻസിന് ആണായിട്ടും പെണ്ണായിട്ടും ഞാനൊരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെന്നെ പുറത്തേക്കൊന്നും വിട്ടിരുന്നില്ല. സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയാല് ട്യൂഷൻ മാഷ് വീട്ടിലെത്തി പഠിപ്പിക്കും. അത് കഴിയുമ്പോഴേക്കും രാത്രിയാവും. അങ്ങനെ ബുദ്ധിമുട്ടി പഠിച്ചതുകൊണ്ട് സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ഈ വാദ്യാരി പണി എടുത്ത് ജീവിക്കാനായി. ഈ തൊഴിലിന്റെ ഒരു മെച്ചം എന്ന് വെച്ചാൽ റിട്ടയർഡ് ആയാലും ആളുകൾ മാഷിനെ വിളിക്കും. അഥവാ മരിച്ചാൽ തന്നെ നമ്മളെ മാഷ് മരിച്ചതിനെ പറയും.
അതാ ഈ തൊഴിലിന്റെ ഒരു മഹത്വേ. പോലീസുകാരനോ മറ്റായിരുന്നെങ്കിൽ ആ നമുക്ക് ശിവദാസൻ ചത്തേനെ ആള് പറയൂ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കരണ്ടൊന്നും കിട്ടിയിരുന്നില്ല. മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചാ പഠിക്കാനിരിക്കുക. ഉറക്കം വരുമ്പോ ഒരു ബക്കറ്റ് എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് അതിലിറക്കി വെച്ചിരിക്കും. പിന്നെ ഉറക്കം വരില്ല. അങ്ങനെ ബുദ്ധിമുട്ടി പഠിച്ചതുകൊണ്ട് ഈ നിലയിലൊക്കെ ആയി. അല്ല ടീച്ചറേ, നോക്കി പോണം. ഇപ്പൊ ഭയങ്കര തിരക്കായിരിക്കും റോട്ടില്. ഹലോ ഹലോ, ഞാനിതെത്തി. അതെ, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ. നീ വന്നുവല്ലേ? എനിക്കറിയാം നീ വരുമെന്ന്. ഫ്ലവർ ബോയ്, ധൃതി വയ്ക്കാതെ. ഇന്ന് പുതിയ പരീക്ഷണങ്ങളാണ്. അനുഭൂതിയുടെ സുഖത്തിന്റെ പുതിയ പാതകൾ തേടിയുള്ള യാത്രയിൽ എന്നോടൊപ്പം നിന്നെ ഞാൻ പങ്കാളിയാക്കാം. കമോൺ ബോയ്, കമോൺ. അനുഭവമാണ് സമ്പത്ത്. അനുഭവിച്ചറിയലാണ് സുഖം. അന്ധകാര നിബിഡമായ ലോകത്ത് മാനവരാശിക്ക് നേർവഴി കാട്ടാൻ വന്നവനല്ല ഞാൻ. മറിച്ച് അരിഞ്ഞിറങ്ങുന്ന ലഹരി നിന്റെ സിർഗിൽ ആവാഹിച്ച് നിന്നെ ഞാൻ കൊണ്ടുപോകാം അങ്ങ് ദൂരെ ദൂരെ. കമോൺ ബോയ്, കമോൺ. ബായ്, പെട്ടെന്ന് പോകണം. റൂമിന്റെ വാതിൽ ചാരിട്ടതേ ഉള്ളൂ. ആരും അറിയാതെ. പേടിക്കണ്ട. ഉറുമ്പരിക്കുന്നത് പോലെ മാത്രം. ഇത് കഴിഞ്ഞാൽ നിനക്ക് പറക്കാം ഈ താഴ്വാരം മുഴുവനായി. ഹലോ ഫ്രണ്ട്സ്, ഹലോ. ഒരുവനെ ഞാൻ ചാർജ് ചെയ്ത് വിട്ടു. പക്ഷേ അവന്റെ കൂട്ടത്തിൽ 3 പേർ കൂടിയുണ്ട്. ഏതോ വലിയ പിള്ളേരാണെന്ന് തോന്നുന്നു. അതെ ബോസ്, കശക്കി എടുക്കണം. ഐ നോ. അവരെ കൂടെ നമ്മളെ പാതയിൽ കൊണ്ടുവരണം. അതാണ് നമ്മുടെ കർത്തവ്യം. അതാണ് നമ്മുടെ തിയറി.
ആളെ അഭിനയിച്ചിരുന്നു തുടങ്ങിയിട്ട്. ഇടയ്ക്കിടെ ഞങ്ങക്ക് പരിചയമില്ലാത്ത ഒരാളെ കൂടെ കാണാറുണ്ട്. ആരാന്ന് ചോദിച്ചിട്ട് ഇവന്റെ കുടുംബാന്ന് പറയുന്നത്. ഏതായാലും സൂക്ഷിക്കണം. കുറച്ചും കൂടി കഴിഞ്ഞാല് പ്രശ്നമാക്കണ്ട, ഏതായാലും റെഡി ആവുമായിരിക്കും. ഈ ശകലം തിരക്ക്, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. ഇടക്കിടക്ക് ഇവന്റെ കൂടെ കാണുന്ന ആളെ കണ്ടാൽ അറിയാം ആളത്ര ശരിയല്ല. അതിന് അയാളെ പറഞ്ഞ എന്താ കാര്യം? ഇവനെ പറഞ്ഞാൽ മതി. വെറുതെ വേണ്ടാത്തതിനൊക്കെ പോയിട്ടല്ലേ. ഓരോരുത്തർക്ക് സ്വയം ബോധം വേണം എന്താ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് സ്വയം സ്നേഹിക്കാനെങ്കിലും പഠിക്കണം. ഇതിപ്പോ എടാ നമുക്ക് അയാളൊന്ന് വരട്ടിയാലോ? വേണേ പൊട്ടിക്കും ചെയ്യാം. എന്തേ? നീ പറയണ പോലല്ല. ഇത്തരം ആളുകൾക്കൊക്കെ വലിയ മാഫിയുമായി ബന്ധം ഉണ്ടാക്കും. പെട്ടെന്നുള്ള ചാട്ടം അപകടം വരുത്തും. നമുക്ക് ആദ്യം ഒരു തീരുമാനം എടുക്കാം. നിനക്ക് പേടിയാണെങ്കിൽ വേണ്ട, എനിക്ക് ഇവനെ രക്ഷിക്കണം. പാവമാണ് ഇവൻ. ഒരു ദിവസം നിങ്ങൾ ആരോട് ഇല്ലാത്തപ്പോൾ ഇവന്റെ പ്രയാസം എന്നോട് കരഞ്ഞു പറഞ്ഞതാ. ഇവന്റെ പപ്പ കുറെ കാലമായി ഫോറിനിലാണ്. അവിടെ നയിച്ചു കൊടുക്കുന്ന കാശ് മുഴുവനും ഇവന്റെ മമ്മി നശിപ്പിക്കുകയാണ്. ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് ഇവരുടേത്. ക്ലബും പാട്ടും പാട്ടുമായി തെണ്ടി നടക്കും. നിന്റെ ഉമ്മയും ഇവന്റെ മമ്മയും എത്ര ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിരുന്നത്. ഇവന്റെ മമ്മയ്ക്കാണെങ്കിൽ ഇതിനൊന്നും നേരമില്ല. കാര്യം പോക്കാണ്. കാണും നമ്മൾ വിചാരിക്കും ഇവൻ എന്തിന്റെ കുറവാണെന്ന്. കാശിന് കാശ്, മറ്റെല്ലാം ഇല്ലേ. പാവം ദിവസം വീട്ടിൽ ചെന്നാൽ ഭക്ഷണം കൊടുക്കുന്നത് വേലക്കാരാണ്. ഒരുപാട് വെറിയിലാണ് ഇവൻ. നമുക്ക് ചെയ്യാവുന്നത് ഇവന് ചെയ്തു കൊടുക്കുക തന്നെ വേണം. നമുക്കെന്താ ഇപ്പൊ ചെയ്യാൻ പറ്റുക? ഒരു കാര്യം ചെയ്യാം. അയാൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയാലോ? എന്താ? അതിന് അയാളെ നമ്പർ പെടുത്തില്ലല്ലോ. അതിന് വഴിയുണ്ട്. ഇവന്റെ ഫോണിൽ നിന്ന് അവസാനം ഡയൽ ചെയ്ത നമ്പർ എടുത്ത് നോക്കിയാ പോലെ. അത് ശരിയാ. ഹലോ ഹലോ. ആ, ഞങ്ങൾ ജോബിന്റെ ഫ്രണ്ട്സ് ആണേ. ആ അതെ അതെ അതെ, ഒന്ന് കാണണല്ലോ. ആ കുറച്ച് മരുന്ന് വേണം. ആ അതെ അതെ അതന്നെ, ഞാൻ അങ്ങോട്ട് വരാം. ചേട്ടൻ ഉണ്ടാവില്ലേ? ആ ആയിക്കോട്ടെ. അതെ, ഞങ്ങൾ തുറക്കക്കാരായോണ്ടേ അധികം ആരും ഇല്ലാത്ത സ്ഥലത്തൊന്ന്. ആ അതെ. ആർക്കൊരു സംശയം തോന്നരുത്. എങ്ങനെ? പുഴയുടെ തീരത്ത് ശ്മശാന എടുത്ത്. അത് മതി അത് മതി. ഓക്കെ, പറഞ്ഞ പോലെ. ഞാൻ അവിടെ മിസ് അടിക്കാം. അതന്നെ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഓക്കെ. ഒന്നുമില്ല. നിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് നമുക്ക് ഇടം വരെ പോകാൻ. നീ റെഡിയല്ലേ? ഞാൻ റെഡിയാ. ഓക്കെ. അയാളെ കാണുന്നില്ലല്ലോ. ഇവിടെ മിസ് അടിക്കാനല്ലോ പറഞ്ഞേ. ശരി. Come on, boys! Come on! ഹായ് ബോസ്. ഹായ്. നിങ്ങൾ ഇവരെ വെറുതെ വിട്ടേക്ക്. വേറെ എത്ര പേരുണ്ട് നിങ്ങൾക്ക്? പാവമാണ് ഇവൻ. പാവപ്പെട്ട പണക്കാരൻ, ചെറിയവൻ, വലിയവൻ, ഹിന്ദു, മുസൽമാൻ, പാഴ്സി, നോ നെവർ. എന്റെ ബിസിനസ്സിൽ അത്തരത്തിലുള്ള ചേരിതിരിവില്ല. എന്റെ അരികിൽ വരുന്നവരെല്ലാം ഒരു വിധത്തിൽ നിന്ന് മറ്റൊരു വിധത്തിൽ പാവങ്ങളാണ്. സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവൻ അത് മാറ്റാൻ വേണ്ടി എന്റെ അരികിൽ വരും. ഇവനെ പോലെ
മിടുക്കനാണിവൻ, മിടുമിടുക്കൻ. വിടാ തെണ്ടി, എന്റെ അമ്മയുടെ ഒരു വേലസമാരി അടിച്ചു പൊളിക്കടാ. ഒരു ഗെയിമിലും തോൽക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. Go back, go, go back, go, go, go back, go back. Freezer! Oh, come on! Freezer! 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 തിരുവില്ലാമല പഞ്ചായത്തിൽ അരണ പാമ്പിനെ വിഴുങ്ങിയതായി റിപ്പോർട്ട്. 2 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെയാണ് അരണ വിഴുങ്ങിയത്. ഈ കാഴ്ച കാണാൻ അനേകം ആളുകൾ സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായി ഞങ്ങളുടെ കൊല്ലം ലേഖകൻ നൗഫൽ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരി മരുന്ന് വിൽപ്പനയും തട്ടിപ്പും നടത്തിയൊന്നയാൾ പുഴയിൽ മരിച്ച നിലയിൽ. പല കേസുകളിലും ഇയാൾ പിടികിട്ടാത്തയാണ്. പൊതുവെ ലോക്കൽ പോലീസിൽ തന്നെ തലവേദനയായ ഇയാൾ അമിതമായി ലഹരി ഉപയോഗിച്ചുകൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്തതാണെന്നും പോലീസിന്റെ പ്രാഥമിക നിഗമനം. സൈനിക ആവശ്യത്തിന് അമേരിക്കയിൽ നിന്ന് 6 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ കരാർ ഒപ്പുവെച്ചു. സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരത്തിന് ശേഷമാണ് 3900 കോടി രൂപയുടെ ഇടപാടിൽ കഴിഞ്ഞ മാസം ഒപ്പുവെച്ചത്. ആരുടെക്കോ വായും കൊണ്ട് തലക്കാലം ഒന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം. ഒന്നും പറയാനായിട്ടില്ല. നമ്മളാണ് അയാൾ തള്ളിയിട്ട് എന്തെങ്കിലും തെളിഞ്ഞാലോ? ഇല്ല, ദൈവത്തിന് നിൽക്കാത്തതാ അയാൾ ചെയ്തു കൂട്ടിയത് അത്രയും. അതാ അയാൾക്ക് ഇത്രയും ദാരുണമാണെന്ന് ദൈവം തന്നെ നിശ്ചയിച്ചത്. നമുക്കൊന്നും വരില്ല. ഇനി കഴിഞ്ഞെല്ലാം നല്ലതെന്ന് സമ്മാനിച്ച് നല്ലവരായി മാറാൻ ശ്രമിക്കാം. അതിനുവേണ്ടി അച്ഛന്മാർ പറയുന്ന വഴിയിലൂടെ അല്പം തന്നെ സഞ്ചരിക്കാൻ ശ്രമിക്കാം. ഓക്കെ ബാക്കി അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഹാൻഡ്സും പാൻ കാർഡും എല്ലാം നമുക്ക് എടുത്തിട്ടാണ്. ഇതൊന്നും നമുക്കിനി വേണ്ട. കഴിഞ്ഞതെല്ലാം നമുക്കിനി മറക്കാം. ഈ നല്ല തിരിച്ചറിവ് നല്ലത് ചെയ്യാം. ഓക്കെ ഓക്കെ. മുന്നിട്ട പാതകൾ വെട്ടിപ്പിടിച്ചതും ചങ്കിടിപ്പോടെ അറിഞ്ഞു. മുന്നിട്ട പാതകൾ വെട്ടിപ്പിടിച്ചതും ചങ്കിടിപ്പോടെ അറിഞ്ഞു.